നിങ്ങളൊരു മെയിൽ അയക്കുന്ന സമയത്ത് പലപ്പോഴും അതൊരു ഫോർമൽ മെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു ജിമെയിലിൽ അയക്കുന്ന സാധാ മെയിൽ മതി. പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെയിലോ അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കുന്ന മെയിലോ അങ്ങനത്തെ ഒരു മെയിൽ അയക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ ജിമെയിലിനകത്ത് ബൈ ഡിഫോൾട്ട് അങ്ങനെ സ്റ്റൈലിഷ് ആക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പം അതെങ്ങനെ ആക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന മെയിലിനെ ഒന്ന് HTML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ആക്കാൻ വേണ്ടി പറ്റും. സോ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രോംപ്റ്റ് തരാം. ഈ പ്രോംപ്റ്റ് ChatGPTയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ChatGPTയിൽ ഈ പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ അടുത്ത് ചോദിക്കും എന്താണ് നിങ്ങളുടെ ഈ സാധനത്തിൻ്റെ ടോൺ വേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ദെൻ എന്ത് കളർ സ്കീം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ലോഗോ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇനി സ്പെസിഫിക് ലേ ഔട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ കൊടുക്കാനുള്ള മെയിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ മെയിലാണ്. എന്താ, അപ്കമിങ് വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ള ഒരു മെയിലാണ്. അപ്പോൾ ഞാൻ ആ മെയിൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താണ്, ടോൺ ഫ്രണ്ട്ലി ടോൺ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്ലി ടോൺ എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാം സാധനം എനി കളർ. അപ്പം ഞാൻ ഗോൾഡൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ തീം കൊടുത്തു. ഇനി എന്തെങ്കിലും ഇമേജ് വേണോ? അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കോപ്പി ഇമേജ് അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ChatGPTയിൽ ആ ലോഗോയുടെ URL കൂടി നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ചാറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂവിനുള്ള HTML കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത് HTML ലാംഗ്വേജ് വെച്ചിട്ടാണ്. എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതാണ്. സോ ഇത് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് മെയിലിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലത്തെ പ്രിവ്യൂ ബട്ടൺ ഉണ്ട്. ഈ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഇത് എങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഹാറ്റ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം, യു ആർ ഇൻവൈറ്റഡ് ഡിയർ സാർ, വി ആർ എക്സൈറ്റഡ് ടു ഇൻവൈറ്റ് യു ദ അപ്കമിങ് വെബിനാർ സ്കെഡ്യൂൾ ഫോർ എന്നൊക്കെ പറഞ്ഞ് ജോയിൻ വെബിനാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെനിക്ക് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജോയിൻ വെബിനാർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെന്നോ, അല്ലെങ്കിൽ ആഡ് എ കലണ്ടർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഞാൻ ആഡ് കലണ്ടർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പം ആ കലണ്ടർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഞാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തു. അപ്പോൾ എന്താ, അപ്ഡേറ്റഡ് മെയിലിൻ്റെ സാധനം വന്നു. സോ ഇങ്ങനെ നമുക്കിത് ഈ HTML ഭയങ്കരമായിട്ട് കസ്റ്റമൈസ് ചെയ്യാം, പ്രിവ്യൂ എടുത്ത് നോക്കാം, കാണാൻ വേണ്ടി പറ്റും. സോ അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇപ്പം നമ്മളുടെ കോഡ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറ്റേ ജിമെയിലിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്നൊരു പ്രിവ്യൂ ഉണ്ടല്ലോ. പ്രിവ്യൂ എടുത്ത് നോക്കിയപ്പം ഇത് തന്നെ സാധനം ഇവിടെ ആഡ് കലണ്ടർ ഓർ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനൊരു ഫീച്ചർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ HTML കോഡ് നമുക്കെടുക്കാം. കോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് കോഡിലേക്ക് പോയി, പ്രിവ്യൂന്ന് കോഡിലേക്ക് പോയി ഈ കോഡ് ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തു. ഇനിയുള്ള സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ച് കാണണം. ജിമെയിൽ എടുത്തതിന് ശേഷം കമ്പോസ് എന്ന് പറയുന്ന പുതിയ മെയിൽ അയക്കാനുള്ള സ്ഥലം വന്നു. ഇവിടെ ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തു, SKK എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു. ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ വേണ്ടി SKK എന്ന് പറയുന്ന എഴുതിയേക്കുന്ന സ്ഥലം എവിടെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെയാണ് SKK എന്ന് എഴുതിയേക്കുന്നത്. ഞാൻ ആ സ്ഥലത്ത് വന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ആസ് HTML എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു. എഡിറ്റ് ആസ് HTML എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ ഈ SKK എന്ന് എഴുതിയേക്കുന്ന സാധനം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, നമ്മളുടെ ആ കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ മെയിൽ കണ്ടോ, ഈ കാണുന്ന തരത്തിലേക്ക് സ്റ്റൈലിഷ് ആയിട്ടൊരു മെയിലായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനൊരു സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അപ്പം തന്നെ ChatGPT ഉപയോഗിക്കുന്നു, ഗെറ്റ് മീ എ സബ്ജക്റ്റ് ലൈൻ ചോദിച്ചു. സബ്ജക്റ്റ് ലൈൻ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും എനിക്കൊരു സബ്ജക്റ്റ് ലൈൻ, നല്ല തിരക്കേടില്ലാത്തൊരു സബ്ജക്റ്റ് ലൈൻ കൊടുക്കുന്നു. ജോയിൻ അസ് ബൂസ്റ്റ് യുവർ സെയിൽസ് ബിസിനസ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ സബ്ജക്റ്റ് അവിടെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ആർക്കാണോ മെയിൽ അയക്കുന്നത് ആ മെയിൽ അയക്കുന്ന മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആ മെയിൽ ഇവിടെ പോയി. നമുക്കിവിടെ നോക്കിയാൽ കാണാം, സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കിയാൽ
എൻ്റെ മെയിൽ പോയേക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ്. സോ ഇതുപോലെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള മെയിൽ അയക്കാൻ വേണ്ടി പറ്റും. സോ ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലത്തെ ടിപ്പ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.